ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തു. ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണ്ണമാണ് കണ്ടെത്തിയത്. പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തായി അറിയുന്നു. പോറ്റി ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. വിവരം നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ സ്വർണ്ണക്കവർച്ച കേസിൽ ഒരു നിർണായക വഴിത്തിരിവാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പണവും സ്വർണവും രേഖകളും അടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ടല്ലേ? തീർച്ചയായും നിഖിൽ, 8 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും SIT സംഘം പണവും സ്വർണവും പിടിച്ചെടുത്തത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു എന്നൊരു വിവരം കൂടി നിലവിൽ ലഭിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കിളിമാനൂരിലെ വീട്ടിലേക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് SIT സംഘം എത്തുന്നത്. തുടർന്ന് 8 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഈ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാളികൾ ഉൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. SITയുടെ അന്വേഷണത്തിലും എങ്ങനെയാണ് വരുമാനം എന്നതിനെ സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള, അതായത് ഇതിന്റെ സ്രോതസ് കൃത്യമായി പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യാതൊരു തരത്തിലുള്ള വരുമാന മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച എന്ന് പറയുന്നത്. അത് അവരുടെ അയൽവക്കത്തെ ഒക്കെ തന്നെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ, അതായത് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തി വിവിധ ഭൂമി ഇടപാടുകളിൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിൽ നിക്ഷേപിച്ചു, അതായത് ഭൂമിയും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളും വാങ്ങി അത്തരത്തിലൊരു നിക്ഷേപം നടത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ SIT സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ പീഠം കണ്ടെത്തിയത് സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. സഹോദരിയുടെ വീട് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണ്ണമാണ് കണ്ടെത്തിയത് എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഇത്തരത്തിൽ കവർച്ചകൾ നടത്തി ആ പണം വിവിധ മേഖലകൾ, അതായത് ആഭരണം, ഭൂമി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും നിക്ഷേപിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. 8 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ പരിശോധനയും ചോദ്യം ചെയ്യലും തുടരുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഖിൽ, അതായത് ദിസ്ന സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അന്വേഷണ സംഘം വീട്ടിൽ നടത്തിയ പരിശോധന, അതിൽ നിന്ന് രേഖകൾ കണ്ടെത്തി. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം അത് ഈ സ്വർണത്തിലും ഒപ്പം ഭൂമിയിലും അടക്കം ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ലേ അന്വേഷണ സംഘത്തിന് ഇപ്പോഴത്തെ ഒരു നിഗമനം? തീർച്ചയായും നിഖിൽ, ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള വരുമാന മാർഗ്ഗം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച എന്ന് പറയുന്നത് ശബരിമലയിൽ ഉൾപ്പെടെ വിവിധ സംഭാവനകൾ അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പണം ആവശ്യമാണ്, നിരവധി വൻതോതിലുള്ള തുക ആവശ്യമാണ്. അത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ അവ്യക്തത ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ കർണാടകയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഭക്തരെ വലിയ രീതിയിൽ ചൂഷണം ചെയ്ത അത്തരത്തിലൊരു സാമ്പത്തിക സ്രോതസ്സുകൾ നേടിയെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് വലിയ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തികമായൊരു വളർച്ച അല്ലെങ്കിൽ സാമ്പത്തികമായൊരു സ്റ്റേബിളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നത് എന്ന് തന്നെയാണ്. നമ്മളൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ തന്നെയും പോയി നിൽക്കുമ്പോൾ ഉൾപ്പെടെ അവരുടെ അയൽവക്കക്കാരൊക്കെ പറയുന്നത് വലിയ രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു സാമ്പത്തികമായി വളരുക എന്നതൊക്കെ വലിയ ചോദ്യമായി ഉയർന്നിരുന്നു. പ്രധാനമായും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കവർച്ച ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന പണങ്ങളൊക്കെ തന്നെയും വിവിധ ഇടപാടുകളിൽ, അതായത് ഭൂമി ഇടപാടുകളും സ്വർണ്ണങ്ങളിലും ഒക്കെ തന്നെയും നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് ഈ പരിശോധനകളിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും ആഭരണങ്ങളുടെ രൂപത്തിലുള്ള നിരവധി സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പ്രധാനമായും ഭൂമി ഇടപാടുകളുടെ രേഖകൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആസ്തി, അതായത് ഭൂമികൾ വാങ്ങിക്കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കച്ചവടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപൃതനായിരുന്നു എന്നൊരു കാര്യവും ഈ SIT സംഘം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലഭ്യമായ ലാഭത്തുക ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളിലും ഭൂമി ഇടപാടുകളിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിക്ഷേപിച്ചത് എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് SIT സംഘം എത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതെങ്കിൽ ഈ പാളികളുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് SIT സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. നിഖിൽ,
ദിസ്ന, അതായത് ഇപ്പോൾ ഈ ലഭ്യമായ രേഖകൾ, വീട്ടിൽ നിന്ന് ലഭ്യമായ രേഖകൾ അടക്കമുള്ളവ വെച്ച് ഇനിയും വരും മണിക്കൂറുകളിൽ വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ വീട്ടിലടക്കം എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ രേഖകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യൽ, അതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ കൂടി ഇന്നും നാളെയും ഒക്കെയായി ഈ രേഖകൾ, ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത ലഭിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഓഫീസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ഉള്ളത്. വരും മണിക്കൂറുകളിൽ പ്രധാനമായും സഹോദരിയുടെ വീട് ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നെങ്കിൽ ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു സ്വർണ്ണ കവർച്ച എന്ന് തന്നെയാണ് ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾക്ക് ഇത് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ താൻ മാത്രമല്ല ഇതിനു പിന്നിൽ ബാക്കിയുള്ള ആളുകളും ഉണ്ട്, അത് ഉടൻ പുറത്തു വരും എന്നൊരു കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നും ഇന്നും എന്നും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അപ്പോൾ ആസൂത്രിതമായി നടത്തിയ ഒരു കൊള്ള എന്ന് തന്നെ ആ കാര്യത്തിൽ വ്യക്തമായി തന്നെ തെളിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന പേരുകൾ, മന്ത്ര ഉൾപ്പെടെയുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റൊരു സ്ഥാപനം, പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിലൊക്കെ തന്നെയും നിലവിൽ സംശയം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോ എന്നോ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഇതിന്റെ അധികാരികൾ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെയും ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്ന് തന്നെയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടായി എന്നൊരു കണ്ടെത്തൽ, ആ വളർച്ചയുണ്ടായത് ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നുള്ള ഈ സ്വർണവും മറ്റും കവർച്ച ചെയ്ത് എന്നാണ് എന്നൊരു വിലയിരുത്തലിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ഇനി വിവിധ ഇടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടു, അത് എവിടെയൊക്കെയാണ് എന്നതാണ് കണ്ടെത്തേണ്ടതുണ്ട്. അത് ആഭരണങ്ങളുടെ രൂപത്തിൽ, ഭൂമിയുടെ രൂപത്തിൽ ഒക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നേടി എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളി കണ്ടെടുത്തത് സഹോദരിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ സഹോദരിയുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എത്ര മണിക്ക് അല്ലെങ്കിൽ ഏത് സമയമായിരിക്കും എന്നതിനൊരു വ്യക്തത വരേണ്ടതുണ്ട് നിഖിൽ. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വർഷങ്ങൾക്ക് മുന്നേയുള്ള രേഖകളൊക്കെ തന്നെയും പരിശോധിക്കേണ്ട, ഈ പാളിയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരും. ഓരോ ഘട്ടത്തിലും ഓരോ മൊഴികൾ മാറ്റി പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധേയമായതാണ്. ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുകയും പിന്നീട് തനിക്കതിൽ പങ്കില്ല എന്ന രീതിയിലൊക്കെ തന്നെ മൊഴി മാറ്റി പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യലുണ്ടായിരിക്കും. എന്തായാലും തെളിവെടുപ്പൊക്കെ തന്നെയും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവെടുപ്പിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ അന്വേഷണത്തെ ഉൾപ്പെടെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെ കുടുങ്ങുമെന്നത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് നിഖിൽ. ശരി ദിസ്ന, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വഴിത്തിരിവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും പിടിച്ചെടുത്തു. ആഭരണങ്ങളുടെ രൂപത്തിലുള്ള സ്വർണ്ണമാണ് കണ്ടെത്തിയത്. പാളികളുമായി ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോറ്റി ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ദിസ്ന സുരേഷ്.